Okay, good morning all. Welcome to Edu Academy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ തിങ്കേഴ്സ് ഫസ്റ്റ് ആണ് കേട്ടോ. അതായത് സെക്കൻഡ് പേപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. സോഷ്യൽ തിങ്കേഴ്സ് സെക്കൻഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം എല്ലാരെയും ഇതിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമുക്ക് ഈ ഒരു PSOC 111 ടോട്ടൽ 3 ബ്ലോക്കുകളാണുള്ളത്. 3 ബ്ലോക്കുകളിലായിട്ട് നമുക്ക് 12 ചാപ്റ്റേഴ്സ് ഇതാണുള്ളത്. 12 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഈ 12 ചാപ്റ്റേഴ്സിൽ അതായത് ബ്ലോക്ക് 1 4 ചാപ്റ്റർ, അതുപോലെ തന്നെ ബ്ലോക്ക് 2 4 ചാപ്റ്റർ, ബ്ലോക്ക് 3 4 ചാപ്റ്റർ, അങ്ങനെ 4 ചാപ്റ്റർ വീതമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ 4 ചാപ്റ്ററിന്റെ ഫസ്റ്റത്തെ ബ്ലോക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ യൂണിറ്റിലേക്ക് കടക്കാം അല്ലെ. നമ്മുടെ യൂണിറ്റിന്റെ പേര്, ഫസ്റ്റ് ബ്ലോക്കിന്റെ പേര് കാൾ മാക്സ്. കാൾ മാക്സ് ആണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിന്റെ പേര്. ഇതില് ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, യൂണിറ്റ് എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് കാൾ മാക്സ് വർക്ക്. ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് കാൾ മാക്സ് വർക്ക്, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബേസിക്കലി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കാൾ മാക്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻസ്, അല്ലെങ്കിൽ കാൾ മാക്സ് നടപ്പിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കാൾ മാക്സിന്റെ ഒരു എന്താ പറയാ, കാൾ മാക്സിന്റെ ഇനിഷ്യേറ്റീവിൽ വന്നിട്ടുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെയൊക്കെ കുറിച്ചിട്ടാണ്. പ്രധാനമായിട്ട് നമുക്കറിയാം കാൾ മാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഫസ്റ്റ് മനസ്സിലേക്ക് വരിക, ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, അല്ലെങ്കിൽ എന്താ പറയാ ക്യാപിറ്റാലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ. ഈ ഒരു ആശയങ്ങളൊക്കെയാണ് നമുക്ക് കാൾ മാക്സ് എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പൊ ജസ്റ്റ് ഒരു മിനിറ്റ് ഞാനൊന്ന് സ്ലൈഡ് ഒന്ന് ഇതാക്കട്ടെ, മാറ്റട്ടെ. നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റിലെ സോഷ്യൽ കാൾ മാക്സിന്റെ ഫൗണ്ടേഷൻ ഓഫ് കാൾ മാക്സ് വർക്ക്. Karl Marx was a German philosopher. He wrote on a wide variety of themes, including capitalist mode of production. ഇദ്ദേഹം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വരിക എന്താ പറയാ, ഒരു ജർമ്മൻ ഫിലോസഫർ ആണ്. അതുപോലെ തന്നെ ഒരു ക്യാപിറ്റാലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തതും, അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയ ഒരു വ്യക്തിയാണ് അല്ലെ. നമുക്ക് കാൾ മാക്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അത് അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു കാൾ മാക്സിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച് അതെന്താന്ന് നമുക്കൊന്ന് നോക്കാം. ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് കാൾ മാക്സ്. ഈ ബയോഗ്രഫിക്കൽ സ്കെച്ച് എന്ന് പറയുന്നത് കാൾ മാക്സിന്റെ we can divide the life of Karl Marx into 5 phases. That early days in Paris, revolutionary Max Exley. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു 5 ഫേസുകളിലൂടെയാണ്, 5 ഘട്ടങ്ങളിലൂടെയാണ് കാൾ മാക്സിന്റെ ലൈഫ് പോയത്. ഈ ഒരു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദേശങ്ങളിലൂടെ, അല്ലെങ്കിൽ എന്താ പറയാ 5 സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോൾ അതിലെല്ലാം കൂടെ ഉണ്ടായ മാറ്റം അതെങ്ങനെ ഒരു കാൾ മാക്സിനെ സ്വാധീനിച്ചു. അതായത് ഇദ്ദേഹത്തിന്റെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ എന്താ പറയാ റെവല്യൂഷണറി തോട്ട്സ്, ഇതിനെയൊക്കെ എങ്ങനെ അത് സ്വാധീനിച്ചു എന്നുള്ളതിനെയാണ് പറയുന്നത്. നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു കാര്യങ്ങൾ എന്ന് നമുക്കറിയാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു 5 സ്റ്റേജസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 5 സ്റ്റേജസിനെ വളരെ ഡീപ്പായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എന്താ പറയാ ഒരു എല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു തീമായിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിലേക്ക് നോക്കാം. ബയോഗ്രഫിക്കൽ സ്കെച്ച് എന്ന് പറയുമ്പോഴേക്ക് ഫസ്റ്റ് തന്നെ നമുക്കറിയാം, കാൾ മാക്സ് വാസ് എ ജർമ്മൻ ഫിലോസഫർ, പൊളിറ്റിക്കൽ തിയറിസ്റ്റ്, ഇക്കണോമിസ്റ്റ്, ജേർണലിസ്റ്റ്. അതുപോലെ തന്നെ revolutionary socialist. He is best known for the 1848 revolt. The Communist Manifesto returned both Friedrich Engels and his 3 volumes Das Kapital 1867 and 1894, a critique of classical political economy which employs his theory of historical materialism in an analysis of capitalism in the accumulation of his life's work. And then accumulations of work. Marx's ideas and their subsequent development, collectively known as Marxism, have had a numerous influence. ഇപ്പൊ നമുക്കറിയാം, ഈ ഒരു മാക്സ് അറിയപ്പെടുന്ന മേഖലകൾ എന്ന് പറയുന്നത്, ഇദ്ദേഹം എന്താണ്, ഇദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഇക്കണോമിസ്റ്റ് ആണ്. ഇദ്ദേഹം എന്താണ്, ഒരു ഫിലോസഫർ ആണ്, പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ആണ്, ഇക്കണോമിസ്റ്റ് ആണ്, ജേർണലിസ്റ്റ് ആണ്. ഇതിനേക്കാളൊക്കെ ഉപരി ഒരു വിപ്ലവകാരിയായിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് കൂടിയാണ് ഇദ്ദേഹം. അപ്പോ ഈ ഒരു മേഖലയിലെല്ലാം ആരറിയപ്പെട്ടിരുന്നു? യെസ്, നമ്മുടെ കാൾ മാക്സ് അറിയപ്പെട്ടിരുന്നു. 1848 ഫ്രെഡറിച്ച് എഗൽസ് എഴുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ലഘുലേഖ, അതുപോലെ തന്നെ തന്റെ ജീവിതകാല പ്രവർത്തനങ്ങളുടെ പരിസമാപ്തിയിൽ ഈ ഒരു മുതലാളിത്തത്തിന്റെ വിശകലനത്തിൽ ചരിത്രപരമായിട്ടുള്ള ഒരു ഭൗതികവാദ സിദ്ധാന്തം ഉപയോഗിക്കുന്ന ഒരു ക്ലാസിക്കൽ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചുള്ള വിമർശനമായിട്ടുള്ള 3 വോളിയങ്ങൾ എന്തിലെഴുതിയിട്ടുണ്ട്? ദാസ് ക്യാപിറ്റൽ 1894. അദ്ദേഹം ഒരു ഇതിൽ പ്രശസ്തനാണ്. അപ്പൊ മാക്സിന്റെ ആശയങ്ങളും അവയുടെ തുടർന്നുള്ള വികാസവും ഒക്കെ മൊത്തത്തിൽ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഈ ഒരു മാക്സിസം എന്ന ആ ഒരു രൂപത്തിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് അറിയപ്പെടുന്നവയ്ക്ക് വലിയൊരു സ്വാധീനം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് എഗൽസുമായിട്ട് ചേർന്നിട്ടാണ് ഇദ്ദേഹം എന്ത് നടത്തിയത്? പഠനങ്ങളൊക്കെ നടത്തിയതില്ലേ. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇതിലേക്ക് വേണ്ട നല്ലൊരു കോൺട്രിബ്യൂഷൻസ് ഇദ്ദേഹത്തിലൂടെ കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു റെവല്യൂഷണറി തോട്ട് ഇല്ലേ, റെവല്യൂഷണറി ആയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ളൊരു എന്താ പറയാ ചിന്താഗതികള്. അതുപോലെ തന്നെ ഈ പാരീസിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻസ് അവിടെയൊക്കെ നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്കറിയാം, ഫസ്റ്റ് തന്നെ ക്യാപിറ്റാലിസ്റ്റ് മോഡ് അല്ലെങ്കിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ, മാക്സിസം അല്ലെ, ആ ഒരു ആശയങ്ങളൊക്കെയാണ് മാക്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് വരാം. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the 18th and 19th century witnessed wide sweeping economic changes across Europe. Marxism is an economic and political theory that examines the flaws in inherent the capitalism. അതുപോലെ തന്നെയാണ് ഇറ്റ്സ് പ്രൈമർലി based on the work of German philosopher and economist Karl Marx. Marxist theories were
influential in the development of socialism, which advocates for the standard ownership of the means of production by workers. അല്ലെ, അതായത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അതായത് കാൾമാക്സ് എന്ന് പറയുമ്പോഴേക്കും മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യലിസം, സ്റ്റാൻഡേർഡ് ഓണർഷിപ്പ്, അതുപോലെ തന്നെ എന്താ ഇദ്ദേഹത്തിന്റെ ആ ഒരു പൊളിറ്റിക്കൽ തിയറീസിന്റെ ഒക്കെ ഒരു ഫ്ലോ, അതെല്ലാം പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റാലിസം എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിലൂടെയാണ് അല്ലെ. ആ ഒരു ചിന്താഗതി, ആ ഒരു ആശയങ്ങൾ, അങ്ങനെയാണ് ഈ ഒരു സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതായത് എന്തിന്റെ ഈ കാൾമാക്സിന്റെ ഐഡിയാസ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ക്യാപിറ്റാലിസം, മോഡ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞിട്ടുള്ള ആശയങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണത്, ഇവിടെ അത് വ്യക്തമാക്കാൻ പറ്റുന്നത് അല്ലെ. അതുപോലെ തന്നെ ഈ ഒരു ഇന്റലക്ച്വൽ ഈ സോഷ്യോ സ്ലൈഡ് ഒന്ന് മാറ്റട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് അല്ലെ, സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, കാൾമാക്സിന്റെ ബയോഗ്രഫി. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു അല്ലെ. അതായത് നമ്മൾ പ്രധാനമായിട്ട് 5 ഫേസുകളിലൂടെയാണെന്ന് പറഞ്ഞു അല്ലെ. ആ 5 ഫേസ് നമുക്കറിയാം, ഈ ഇദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ ഓൺ കോൺട്രിബ്യൂഷൻസ് നടന്നിട്ടുണ്ടായ കാര്യങ്ങൾ കേട്ടോ. അതായത് പാരീസിൽ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഒരു റെവല്യൂഷണറി തോട്ട് എങ്ങനെയായിരുന്നു, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇനി ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസസ്, അതായത് ഈ ഒരു ആശയങ്ങളെയൊക്കെ, മാക്സിന്റെ ആശയങ്ങളെയൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസസ് സ്വാധീനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ജർമ്മൻ ഫിലോസഫി, അതുപോലെ തന്നെ ഐഡിയലിസം, ജർമ്മൻ ഫിലോസഫി ആൻഡ് ഐഡിയലിസം, ദെൻ മെറ്റീരിയലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ്, പൊളിറ്റിക്കൽ ഇക്കോണമി പേഴ്സ്പെക്റ്റീവ്സ്, ഇത്തരം മേഖലകളിലൂടെയാണ് ഈ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് പോകുന്നത്. കാൾമാക്സിന്റെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് പോകുന്നു. അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ജർമ്മൻ ഫിലോസഫി ആൻഡ് ഐഡിയലിസം. ഐഡിയലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ഐഡിയലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം, ഇതിന് എങ്ങനെയാണ് ഈ ഇത് മാക്സിന്റെ ഒരു എന്താ പറയാ ഒരു ഇൻവോൾവ്മെന്റ്, ഈ ഒരു ഐഡിയലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ്, മാക്സിന്റെ ഒരു സ്വാധീനം എന്താണ്? അപ്പൊ നമുക്കറിയാം, ജർമ്മൻ ഐഡിയലിസം ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഡെവലപ്മെന്റ് in the intellectual history of Germany in the 18th and 19th century, such as classicism and romanticism. It's also closely related to larger development in the history of modern philosophy. അതുപോലെ തന്നെ കാൻഫിറ്റ്സ്, ഷെല്ലിങ്സ്, ഹെഗൽസ് sought to overcome the division between rationalism and empiricism that had emerged during the early modern period. അതായത് ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 18-19 നൂറ്റാണ്ടില് ജർമ്മനിയുടെ ഒരു ഭൗതിക ചരിത്രത്തിലെ, അതായത് ജർമ്മനിയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ, അവിടുത്തെ ഭൗതികപരമായിട്ടുള്ള ചരിത്രത്തിലെ ക്ലാസിക്കലിസം, അതുപോലെ തന്നെ റൊമാന്റിസം, ഈ സംഭവങ്ങളെല്ലാം, അതുപോലെ തന്നെ ഈ സംഭവ വികാസങ്ങളൊക്കെ ജർമ്മൻ ആദർശവാദമായി എന്താണ് അടുത്ത ബന്ധമാണെങ്കിലും, ആധുനിക തത്വചിന്തയുടെ ചരിത്രത്തിലെ ഒരു വലിയ സംഭവ വികാസങ്ങളുമായിട്ട് ഇത് അടുത്തെന്ത് ചെയ്തിരിക്കുന്നു, ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. Although German idealism itself has been subjected to periods of neglect, in the last 200 years renewed interest in the
contributions of German idealism have made it an important resource for contemporary philosophy. നമ്മൾ നേരത്തെ പറഞ്ഞു അത് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടായിരുന്നു നിലനിന്നിരുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ആധുനിക കാലഘട്ടത്തിന്റെ തുടക്കത്തില് ഉയർന്നു വന്ന എന്താണ് ഐഡിയലിസം, യുക്തിവാദം, അതുപോലെ തന്നെ അനുഭവവാദം, ഇവ തമ്മിലുള്ള വേർതിരിവ് മറികടക്കാൻ വേണ്ടിയിട്ട് കാന്റും കാൻഫിച്ച് അതുപോലെ തന്നെ ഷെല്ലിങ്സ്, ഹെഗൽസ് ഇവരുടെയൊക്കെ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ലൊരു രീതിയിൽ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അതായത് പരിശ്രമിച്ചിട്ടുണ്ട്. അതായത് കുറെ കാലമായിട്ട്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 200 years ഒക്കെ അല്ലെ, കുറെ കാലമായിട്ട് ഈ ചിന്തയിലുള്ള ചരിത്ര രചനയിൽ ഒരു എന്താ പറയാ, ഒരു ശാശ്വതമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആര്? ഈ പറഞ്ഞിട്ടുള്ള ഫിലോസഫേഴ്സ് ഒക്കെ. അപ്പൊ ഇവര് എന്ത് ചെയ്യാണ്? ജർമ്മൻ ആദർശവാദത്തിന്റെ സംഭാവനകളിലുള്ള അവരുടെ ഒരു പുതുക്കിയ താല്പര്യങ്ങളെ അല്ലെങ്കിൽ പുതുക്കിയിട്ടുള്ള ആ ഇൻട്രസ്റ്റിനെ, അതിനെ സമകാലിക തത്വചിന്തയുടെ ഒരു പ്രധാന ഉറവിടമാക്കിയിട്ട് അവരതിനെ എന്ത് ചെയ്തു? മാറ്റിയെടുത്തു. അതിന്റെ ഒരു പ്രധാന അല്ലെങ്കിൽ എന്താ പറയാ, പ്രധാന ഒരു സ്റ്റേജ് ആക്കിയിട്ട് അവര് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേജ് ആക്കി മാറ്റിയെടുത്തതിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തികളാണ് ആരെന്ന് പറയുന്നത്? കാൻഫിച്ച്, അതുപോലെ തന്നെ ഷെല്ലിങ്സ്, ഹെഗൽസ്, മാക്സിനോടൊപ്പം ചേർന്നിട്ട് മാക്സിന്റെ എന്താ പറയാ കൂടെ നിന്നുകൊണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെയാണ് ഇവരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ദ ജർമ്മൻ ഐഡിയോളജി ആൾസോ നോൺ ആസ് എ ക്രിട്ടിക് ഓഫ് ദ ജർമ്മൻ ഐഡിയോളജി. ഈ ഒരു ജർമ്മൻ ഐഡിയോളജി എന്ന് പറയുന്നത് തന്നെ എന്താണ്? ആൾസോ നോൺ ക്രിട്ടിക് ഓഫ് ദ ജർമ്മൻ ഐഡിയോളജി ഈസ് എ സെറ്റ് ഓഫ് മാൻസ്ക്രിപ്റ്റ്സ് റിട്ടേൺ ബൈ കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിച്ച് എഗൽസ് അറൌണ്ട് ഏപ്രിൽ ഓർ ഏർലി മെയ് 1846. ഒരു 1846 ആണ് ഈ ഒരു ആശയങ്ങളൊക്കെ, അതായത് കാൾമാക്സിന്റെ ആയാലും ഫ്രെഡറിച്ചിന്റെ ആയാലും ഇത്തരത്തിലുള്ള ഒരു ഐഡിയോളജീസിന്റെ ഒക്കെ ഒരു എന്താ പറയാ രൂപീകരണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ഇറ്റ് ക്രിട്ടിസൈസ് എ ഐഡിയോളജി ആസ് എ ഫോം ഓഫ് ഹിസ്റ്റോറിക്കൽ ഐഡിയലിസം ആസ് opposed to Marx historical materialism. It criticized ideology as a form of historical idealism as a opposed to Marx historical materialism. ഈ ഒരു ഐഡിയലിസത്തിന്റെ ഒരു എന്താ പറയാ ഐഡിയോളജിന്റെ ഒരു ഇതെടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള തോട്ടം എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാണ്? ഒപ്പോസ് ടു മാക്സിന്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. The first part of volume also examines the division of labor, Marx's theory of human nature, on which he states that humans distinguished themselves from animals as soon as they begin to produce their means of സബ്സ്റ്റൻസ്. അതായത് ഈ ഒരു മാത്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാത്സിന്റെ ഒരു തോട്ടം എടുത്ത് ചിന്താഗതി എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾക്ക് പെട്ടെന്ന് വരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബർ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ദെയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, സബ്സ്റ്റൻസ് അല്ലെ. ഈ ഒരു ആശയങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസസിലെ ജർമ്മൻ ഫിലോസഫി ആൻഡ് ഐഡിയലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തോട്ടില് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ജർമ്മൻ ഫിലോസഫി, അതുപോലെ തന്നെ ഈ ഒരു ഐഡിയലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 18-19 നൂറ്റാണ്ടിലെ ജർമ്മനിയുടെ ഒരു ഭൗതിക ചരിത്രം എടുത്ത് നോക്കിയപ്പോ അതിലുണ്ടായിട്ടുണ്ടായ ചിന്താഗതികളൊക്കെയാണ് ഈ ഒരു ഐഡിയലിസത്തിലും അതുപോലെ തന്നെ ജർമ്മൻ ഫിലോസഫിയിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ അതിനോടൊപ്പം പ്രവർത്തിച്ച 2-3 ഫിലോസഫേഴ്സ് ആണ് കാൻഫിച്ച്, ഷെല്ലിങ്സും ഹെഗൽസും ഒക്കെ. അപ്പൊ ഇവരുടെ അതായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മാക്സിന്റെ ഐഡിയലിസവും മാക്സിന്റെ തോട്ട്സും കൂടി ചേർന്നിട്ടാണ് അവിടുത്തെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്, അതായത് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഫിലോസഫി
ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസ് പോയത്, അതായത് ജർമ്മൻ ഫിലോസഫിയിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് മെറ്റീരിയലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ്. മെറ്റീരിയലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ് ആണ് കേട്ടോ. ഈ ഒരു മെറ്റീരിയലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം കാൾ മാർക്സിന്റെ ആണെങ്കിൽ നമുക്കറിയാം മെറ്റീരിയലിസം, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഡിവിഷൻ ഓഫ് ലേബർ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ഇതൊക്കെ മാർക്സ് എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് വരുന്ന കുറച്ച് ആശയങ്ങളാണ്. അപ്പൊ ഇത് സെന്റർ ഓഫ് മാർക്സ് അനാലിസിസ് ഓഫ് സൊസൈറ്റി. മെറ്റീരിയലിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് ആണ് കേട്ടോ പറയുന്നത്. സെന്റർ ഓഫ് മാർക്സ് അനാലിസിസ് ഓഫ് സൊസൈറ്റി. The word materialism has been used in modern times to refer to a family of metaphysical theories that can best be defined by saying that a theory tends to be called materialist if it is felt sufficiently to resemble a paradigmatic theory that will have been called mechanical materialism. അതായത് മെറ്റീരിയലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭൗതികവാദം, ഈ ഒരു ഭൗതികവാദം എന്നുള്ള ആ ഒരു പദം അല്ലെങ്കിൽ ആ ഒരു വേർഡ് മെറ്റാഫിസിക്കൽ സിദ്ധാന്തങ്ങളുടെ എന്തിനെയാണ് സ്വാധീനിക്കുന്നത്? ഫാമിലിയാണ് സൂചിപ്പിക്കാൻ ഉപയോഗിച്ചു വരുന്നത്. ഭൗതികവാദം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേർഡ് മെറ്റാഫിസിക്കൽ തിയറീസിന്റെ ഫാമിലിയെ സൂചിപ്പിച്ചു വരുന്നു എന്ന് അറിയപ്പെടുന്ന ഒരു ആശയമാണ് മെറ്റീരിയലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒരു സിദ്ധാന്തം അത് എന്താ പറയാ ഒരു മാതൃകാ സിദ്ധാന്തവുമായി എന്താ പറയാ സാമ്യമുള്ളതായിട്ട് തോന്നിയാൽ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മെറ്റീരിയലിസം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ മെറ്റീരിയലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്, ഭൗതികവാദം അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് അതിനെയാണ്. അതായത് മനുഷ്യ മനസ്സിനെയും അതുപോലെ തന്നെ തന്റെ ഇച്ഛയെയും മനുഷ്യ ചരിത്രത്തിന്റെ ഗതിയെയും കുറിച്ചുള്ള വസ്തുതകളാണ് എന്തിൽ ഉൾപ്പെടുന്നത്? ഈ ഒരു മെറ്റീരിയലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സിൽ ഉൾപ്പെടുന്നത്. അപ്പൊ എന്താണ് മെറ്റീരിയലിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? ഇത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? മെറ്റീരിയലിസം ഹാസ് ബീൻ യൂസ്ഡ് ഇൻ മോഡേൺ ടൈംസ് ടു റെഫർ ടു എ ഫാമിലി ഓഫ് മെറ്റാഫിസിക്കൽ തിയറീസ്. അല്ലെ, ഭൗതികവാദം മെറ്റാഫിസിക്കൽ തിയറീസിന്റെ ഫാമിലിയാണ് സൂചിപ്പിക്കുന്നത്. മെറ്റാഫിസിക്കൽ തിയറീസിനെയാണ് സ്വാധീനിക്കുന്നത്. ദെൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസിൽ ജർമ്മൻ ഫിലോസഫി ആൻഡ് ഐഡിയലിസം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ വി ആർ മൂവിങ് ഓൺ അനദർ വൺ, പൊളിറ്റിക്കൽ ഇക്കോണമിക് പെർസ്പെക്റ്റീവ്. പൊളിറ്റിക്കൽ ഇക്കോണമി പെർസ്പെക്റ്റീവ്സ്, ഇതിനെ കുറിച്ചിട്ടാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. പൊളിറ്റിക്കൽ ഇക്കോണമി ആൻഡ് പെർസ്പെക്റ്റീവ്സ്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസസും കാൾ മാർക്സിന്റെ simplest sense, political economy refers to the interface between politics and economy. Engels explained political economy in terms of laws that govern production and exchange of material means of substance. അപ്പൊ നമുക്കറിയാം സിംപ്ലസ്റ്റ് വേയിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ പൊളിറ്റിക്സ് ആയാലും ഇക്കോണമി ആയാലും രണ്ടിന്റെ ഒരു വേസ് എന്ന് പറയുന്നത്
ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇക്കോണമി, എഗൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഇക്കോണമി in terms of laws that govern production, exchange, material, means of substance. Sorry. എഗൽസിന്റെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത് പൊളിറ്റിക്കൽ എക്കോണമി എന്നൊക്കെ പറയുമ്പോൾ laws that governs production and exchange of material means of substance. ഇതില് മെയിൻ ആയിട്ട് നമുക്ക് പോകുമ്പോൾ ഈ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച്, അതായത് സാധനങ്ങളുടെയൊക്കെ എന്താണ് രൂപീകരണം, അതെങ്ങനെ വിറ്റഴിക്കുന്നു, അതെങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു, അത്തരം കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിലുള്ള ലോസ്, അതിലുള്ള നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ്, ടേംസ് ഓഫ് ലോസ് ദാറ്റ് ഗവേൺ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ മീൻസ് ഓഫ് സബ്സ്റ്റൻസ്. കാൾ മാർക്സ് argued that major share of profit in capitalist mode of production is taken away by capitalism. ഈ ഒരു ക്യാപിറ്റാലിസം അല്ലെങ്കിൽ മുതലാളിത്തം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു എന്തിന്റെ ഭാഗമാണെന്നാ പറഞ്ഞത്, ഈ ഒരു ഇൻഫ്ലുവൻസ് അല്ലെ, ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസ്. അതൊക്കെ മാർക്സിന്റെ ഒരു ആർഗ്യൂഡ് ആണ്. ഇതൊക്കെ മാർക്സ് ആർഗ്യൂഡ് ദാറ്റ് മേജർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ക്യാപിറ്റാലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ടേക്കൺ അവേ ബൈ ക്യാപിറ്റാലിസം. ഈ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഈ ഒരു ആശയങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. അപ്പൊ മാത്സിന്റെ ഒരു മേജർ ആയിട്ടുള്ള ഒരു എന്താ പറയാ ചിന്താഗതി എന്ന് പറയുന്നത് ഇതൊക്കെ, ഇതിന്റെ പ്രോഫിറ്റ് ആയാലും അല്ലെങ്കിൽ ഇതിന്റെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആയാലും ഇതൊക്കെ ടേക്കൺ അവേ ബൈ ആരാണ്? ക്യാപിറ്റാലിസം, മുതലാളിത്തം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് എത്തുന്നത് എന്നുള്ള ഒരു ആശയമാണ് ആര് പറയുന്നത്? കാൾ മാർക്സ് അഭിപ്രായപ്പെടുന്നു. അപ്പം എന്താ പറയാ, ക്യാപിറ്റാലിസ്റ്റ് തോട്ട്, അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ, മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഇതൊക്കെ മാർക്സിന്റെ ഒരു ചിന്താഗതികൾ അല്ലെങ്കിൽ മാർക്സിന്റെ ഒരു ആശയങ്ങളായിട്ടാണ് ഇതിൽ കണക്കാക്കുന്നത്. ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് ജനറൽ ഐഡിയാസ്. ഈ ഒരു കാൾ മാർക്സിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എന്താ ഫൗണ്ടേഷൻ ഓഫ് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് കാൾ മാർക്സിന്റെ വർക്കിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇനി സെൻട്രൽ ഐഡിയാസ് പോകുന്നത് എങ്ങനെയാണ്? ഒന്ന് സ്ലൈഡ് മാറ്റട്ടെ കേട്ടോ. സ്ലൈഡ് ഉണ്ടാക്കിയപ്പോഴേ ചെറുതായിട്ടൊരു മാറ്റം വന്നു. അതുകൊണ്ടാണ് ഇത്രയും പാർട്ടിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഒരുമിച്ച് ഉണ്ടാക്കുകയായിരുന്നു. അപ്പം പെട്ടെന്ന് അതില് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അതില് കുറച്ച് മാറ്റം വന്നപ്പോൾ വേറെ സ്ലൈഡ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഈ 3 സ്ലൈഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ സെൻട്രൽ ഐഡിയാസ് പോവാല്ലേ. അതായത് ഫൗണ്ടേഷൻ ഓഫ് കാൾ മാർക്സ് വർക്കില് നമ്മുടെ സെൻട്രൽ ഐഡിയാസിന്റെ അല്ലെങ്കിൽ സെൻട്രൽ ഐഡിയാസിന്റെ ഒരു കടന്നുവരവ്, അത് എത്രത്തോളം കാൾ മാർക്സിന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാൾ മാർക്സിന്റെ ആ ഒരു രീതിയിൽ എങ്ങനെയാണ് അത് സ്വാധീനിച്ചത്? alienation, class and relation of subordination, production, donation, means of relation, forces and mode of production. These are the main ideas of these are the main central ideas of Karl Marx. അപ്പൊ ഇത്തരത്തിലുള്ള സെൻട്രൽ ഐഡിയാസ് ആണ് ആര് പ്രയോഗിച്ചിട്ടുള്ളത്? കാൾ മാർക്സ് പ്രയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ഐഡിയാസ് ഉപയോഗിക്കുന്നതിലൂടെ എങ്ങനെയാണ് ഈ ഒരു മാർക്സിസം അല്ലെങ്കിൽ എന്താ പറയാ കാൾ മാർക്സിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം alienation is characterized ഈ ഒരു it is characterized as an alienated labor. The alienated labor
ലേബർ ഇൻ കാൾ മാർക്സ്. ഓ, ഇവിടെ സോറി കേട്ടോ, ലേബർ ഇൻ ആണ് മാറിയതാണ്. ഇൻ കാൾ മാർക്സ് മാൻസ്ക്രിപ്റ്റ്സ് refers to forced and involuntary labor in which the workers finds no purpose, no pleasure or contentment, no needs fulfillment, no independence or power, no mental growth or physical development. അപ്പൊ നമുക്കറിയാം ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അന്യവൽക്കരിക്കപ്പെട്ട അധ്വാനം, ഇതാണ് ഇവിടെ പറയുന്നത്. അതായത് അന്യവൽക്കരിക്കപ്പെട്ട അധ്വാനം, അതാണ് ഈ ഒരു അലിയന്റേഷൻ അല്ലെങ്കിൽ എന്താ പറയാ അലിയന്റേറ്റഡ് ലേബർ എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നു. അതായത് കാൾ മാർക്സിന്റെ എല്ലാ എന്താ പറയാ കയ്യെഴുത്ത് പ്രതികളിലുള്ള അല്ലെങ്കിൽ പ്രതികളുടെ ഒരു അന്യവൽക്കരിക്കപ്പെട്ട അധ്വാനം എന്നത് അതിൽ പറയുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് നിർബന്ധിതവും അതുപോലെ തന്നെ സ്വമേധയായിട്ടുള്ളതുമായിട്ടുള്ള അധ്വാനത്തെയാണ് ഈ ഒരു അലിയന്റേറ്റഡ് ലേബർ അല്ലെങ്കിൽ അലിയന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിലേക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ എന്താണ് പറയണത്? സ്വമേധയാ ഉള്ളതും അതുപോലെ തന്നെ നിർബന്ധിതവും ആയിട്ടുള്ള എന്തിനെയാണ് സ്വാധീനിക്കുന്നത്? അധ്വാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ തൊഴിലാളിക്ക് ലക്ഷ്യമോ അതുപോലെ തന്നെ സന്തോഷമോ സംതൃപ്തിയോ ഇല്ല. ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമോ ശക്തിയോ ഇല്ല. മാനസിക വളർച്ച, അതുപോലെ തന്നെ മെന്റൽ ഗ്രോത്ത്, ഫിസിക്കൽ ഡെവലപ്മെന്റ്. അതായത് ഇവിടെ ഒരു ശാരീരിക വികാസമോ മാനസിക വളർച്ചയോ ഒരു വ്യക്തി ഇതൊന്നുമല്ല, ഒരു വ്യക്തി ഒറ്റപ്പെട്ടതായിട്ടും അപമാനിക്കപ്പെട്ടതായിട്ടും അയോഗ്യനായിട്ടും നിസാരനായിട്ടും അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നത്? ഈ അലിയന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ ലേബറിൽ ക്രിട്ടിസൈസർ ചെയ്യുമ്പോൾ അതിനെ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ സ്വമേധയാൽ നിൽക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ എല്ലാം ഒരു വ്യക്തി ഒറ്റപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഒന്നുമില്ലാത്ത ഒരു രീതിയിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തിനായിട്ട് കണക്കാക്കുന്നത്? അലിയന്റേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലായിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു റിലേഷൻ ഓഫ് സബോർഡിനേഷൻ അല്ലെ, അതായത് പ്രൊഡക്ഷൻ ഡൊണേഷൻ മീൻസ് ഓഫ് റിലേഷൻ, ഫോഴ്സ് ആൻഡ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഇതൊക്കെ വരുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് എങ്ങനെയാണോ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ അതിന്റെ ഒരു റിലേഷൻ പോകുന്നത്, അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം ഇതിൽ സ്വാധീനിക്കുന്നു. ഈ ഒരു മാർക്സിന്റെ സെൻട്രൽ ഐഡിയാസിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഈ സെൻട്രൽ ഐഡിയാസിൽ വന്നിരിക്കുന്നത് എങ്ങനെയാണോ ആ ഒരു ലേബറിനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ, അതിനെയാണ് ഈ ഒരു എന്തായിട്ട് കണക്കാക്കുന്നത്? അലിയന്റേഷൻ അല്ലെങ്കിൽ അലിയന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ പോകുന്നത്, റിലേഷൻ ഓഫ് സബോർഡിനേഷൻ പോകുന്നത്, ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് പ്രൊഡക്ഷന്റെ എന്താ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ക്യാപിറ്റാലിസ്റ്റ് മോഡൽ, ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകതകൾ ഇതൊക്കെയാണ് ഈ സെൻട്രൽ ഐഡിയാസ് പോകുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കാൾ മാർക്സിന്റെ, അതായത് ഒന്നാമത്തെ ബ്ലോക്ക് കാൾ മാർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബ്ലോക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ടു കാൾ മാർക്സിന്റെ വർക്ക്, അതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് കാൾ മാർക്സിന്റെ ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച് പറഞ്ഞു അല്ലെ.
ബയോഗ്രഫിക്കൽ സ്കെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു എന്താണ് ജർമ്മൻ ഫിലോസഫർ ആണ്. അതോടൊപ്പം തന്നെ എന്താണ് ഒരു പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ആണ്, എക്കണോമിസ്റ്റ് ആണ്, ജേർണലിസ്റ്റ് ആണ്, റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് ആണ്. ഈ ഒരു നിലകളിലൊക്കെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസുകൾ ഉണ്ട് അല്ലെ. അദ്ദേഹം അറിയപ്പെടുന്നത് ഈ ഒരു മേഖലകളിലൂടെയൊക്കെയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കൃതികൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ഇദ്ദേഹം അറിയപ്പെടുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതിയിലൂടെ അല്ലെ, ഫെഡറിക് എംഗൽസുമായിട്ട് കൂടി ചേർന്നിട്ട് തയ്യാറാക്കിയത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാപിറ്റാലിസം, മോഡ് ഓഫ് പ്രൊഡക്ഷൻ, മെറ്റീരിയലിസം, അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ, ഈ ഒരു നിലകളിലൊക്കെ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് കാൾ മാർക്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു വസ്തുതയാണ് അല്ലെ. ഈ ഒരു രീതിയിലെല്ലാം അറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു തോട്ട്സിലെല്ലാം അറിയപ്പെടുന്നുണ്ട് കാൾ മാർക്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്കറിയാം 18th 19th സെഞ്ചുറിയിലാണ് ഇദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് മാറ്റങ്ങളായാലും പ്രൊഡക്ഷൻ, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ എന്താ പറയുക ഡിവിഷൻ ഓഫ് ലേബർ, ഇത്തരത്തിലുള്ള ഓരോ കാര്യത്തിലും അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടങ്ങളിലാണ് അല്ലെ. 18th and 19th സെഞ്ചുറീസ് ആണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായ കാര്യങ്ങൾ, തിയറിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസം, ഡെവലപ്മെന്റ് ഓഫ് സോഷ്യലിസം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ തോട്ടിലൂടെ ഫെഡറിക് എംഗൽസും കാൾ മാർക്സും കൊണ്ടുവന്നിട്ടുണ്ടായ കാര്യങ്ങൾ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെറ്റീരിയലിസ്റ്റ് പെർസ്പെക്റ്റീവ്സ്. അപ്പൊ ഈ ആശയങ്ങൾക്കൊക്കെ ഉള്ള ഒരു എന്താ പറയാ കാര്യങ്ങൾ, അതാണ് ഈ ഒരു സോഷ്യോ ഹിസ്റ്റോറിക്കൽ ഇതിൽ വന്നിരിക്കുന്നത്. അതായത് മാർക്സിസ്റ്റ് തിയറീസ് ഫോർ ഇൻഫ്ലുവൻഷ്യൽ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യലിസം, സ്റ്റാൻഡേർഡ് ഓണർഷിപ്പ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഇതൊക്കെയാണ് ഈ ഒരു സോഷ്യോ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസസ് ആണ്. അതായത് ജർമ്മൻ ഫിലോസഫി, ഐഡിയലിസം. ജർമ്മൻ ഫിലോസഫി അതുപോലെ തന്നെ ഐഡിയലിസം. ജർമ്മൻ ഫിലോസഫി ആൻഡ് ഐഡിയലിസം, മെറ്റീരിയലിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് പറഞ്ഞു, പൊളിറ്റിക്കൽ ഇക്കോണമിക് പെർസ്പെക്റ്റീവ്സ് പറഞ്ഞു. അതിൽ ജർമ്മൻ ഐഡിയലിസം അല്ലെങ്കിൽ ജർമ്മൻ ഫിലോസഫി ആൻഡ് ഐഡിയലിസത്തിൽ ഡിസ്കസ് ചെയ്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് അതും ഇതുപോലെ തന്നെയാണ്. എല്ലാം ഇദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു 18-19 നൂറ്റാണ്ടുകളിൽ ഉണ്ടായ ഒരു ചരിത്രപരമായിട്ടുണ്ടായ മാറ്റങ്ങളാണ് അല്ലെ. അതായത് ഇത് ഫോക്കസ് ചെയ്യുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലാണ്, ജർമ്മനിയിലെ ഭൗതിക ചരിത്രത്തിലാണ് കേട്ടോ. അപ്പൊ അവിടെ ക്ലാസിക്കലിസം, റൊമാൻറ്റിസം, ആ ഒരു സംഭവ വികാസങ്ങളൊക്കെ ആയിട്ട് ജർമ്മൻ ആദർശവാദം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോഴാണ് അവിടേക്ക് ആധുനിക കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഐഡിയലിസം, യുക്തിവാദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അവിടേക്ക് കയറി വരുന്നത്. അപ്പൊ അവ തമ്മിലുള്ള ഒരു വേർതിരിവ് മറികടക്കാൻ വേണ്ടിയിട്ട് ഹെഗൽസും അതുപോലെ തന്നെ കാന്റ്ഫിഷയും ഷെല്ലിങ്സും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് അവരവിടെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ കുറെ കാലങ്ങളായിട്ട് ആ ഒരു തത്വചിന്തയിലുള്ള ചരിത്ര രചനയില് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തികളായിട്ട് ഇവര് അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജർമ്മൻ ആദർശവാദത്തിന്റെ സംഭാവനകളിലുള്ള ഒരു അവരുടെ ഒരു താല്പര്യം അതിനെ ഒരു സമകാലിക തത്വചിന്തയുടെ പ്രധാന ഉറവിടമാക്കിയിട്ട് മാറ്റി. ദെൻ അതാണ് നമ്മുടെ ജർമ്മൻ ഫിലോസഫിയിൽ
പോയിരിക്കുന്ന കാര്യങ്ങൾ ജർമ്മൻ ഫിലോസഫി ആൻഡ് ഐഡിയോളജിയിൽ പോയിരിക്കുന്നത്. ഈ ഒരു ജർമ്മൻ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഐഡിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽസോ നോൺ ആസ് എ ക്രിട്ടിക് ഓഫ് ദ ജർമ്മൻ ഐഡിയോളജി. ക്രിട്ടിക് ഓഫ് ദ ജർമ്മൻ ഐഡിയോളജി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇസ് എ സെറ്റ് ഓഫ് മാൻസ്ക്രിപ്റ്റ്സ് റിട്ടേൺ ബൈ കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് എംഗൽസ് അറൌണ്ട് ഏപ്രിൽ ടു ഏർലി മെയ് 1846കളിലാണ് കേട്ടോ. 1846ലാണ് ഇങ്ങനെയൊരു കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. ദെൻ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്തത് മെറ്റീരിയലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ് ആണ് കേട്ടോ. മെറ്റീരിയലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ്, പൊളിറ്റിക്കൽ ഇക്കോണമിക് പേഴ്സ്പെക്റ്റീവ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. മെറ്റീരിയലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൾ മാർക്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയങ്ങളിൽ ഒന്നാണ് മെറ്റീരിയലിസം, ഐഡിയലിസം, പിന്നെ അതുപോലെ തന്നെ യുക്തിവാദം. ഇതൊക്കെ ഇതില് അറിയപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ. മെറ്റീരിയലിസ്റ്റ് പെർസ്പെക്റ്റീവ്സിൽ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാല് ഭൗതികവാദം ആ ഒരു പദം പൊതുവെ മെറ്റാഫിസിക്കൽ സിദ്ധാന്തങ്ങളുടെ ഫാമിലിയിലെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളായിട്ടാണ്. അതുപോലെ തന്നെ എങ്ങനെയാണോ ഈ ഒരു സിദ്ധാന്തം ഒരു മാതൃകാ സിദ്ധാന്തവുമായിട്ട് സാമ്യമുള്ളതായിട്ട് തോന്നിയാൽ അതിനെയാണ് ഈ ഒരു ഭൗതികവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ മനുഷ്യ മനസ്സിനെയും അതുപോലെ തന്നെ തന്റെ ഇച്ഛയെയും മനുഷ്യ ചരിത്രത്തിന്റെ ഗതിയെയും കുറിച്ചിട്ടുള്ള വസ്തുതകളാണ് ഈ മെറ്റീരിയലിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്തത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് പൊളിറ്റിക്കൽ ഇക്കോണമിക് പേഴ്സ്പെക്റ്റീവ്സ്. ഇതിലാണ് പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച്, മെറ്റീരിയൽ മീൻസ് ഓഫ് സബ്സ്റ്റൻസ് ഒക്കെ പോകുന്നത്. അതായത് ഈ ഒരു കാൾ മാർക്സ് ആർഗ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൾ മാർക്സിന്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് മേജർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ക്യാപിറ്റാലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ടേക്കൺ ബൈ ക്യാപിറ്റാലിസം. ക്യാപിറ്റാലിസം എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിലാണ് ഇതിന്റെ ഒരു മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോഫിറ്റ് മേജർ ഷെയർ നടക്കും. പ്രോഫിറ്റിന്റെ ഷെയർ നടക്കുന്നത് ഈ ഒരു ക്യാപിറ്റാലിസ്റ്റ് ചിന്താഗതിയിലാണെന്നാണ് ആരുടെ അഭിപ്രായം? മാർക്സിന്റെ അഭിപ്രായം. അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് ഒരു സെൻട്രൽ ഐഡിയാസ് ഓഫ് കാൾ മാർക്സ്. അതായത് അലിയന്റേഷൻ ഉണ്ട്, ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ റിലേഷൻസ് ഓഫ് സബോർഡിനേഷൻ, പിന്നെ അതുപോലെ മീൻസ് ഓഫ് റിലേഷൻസ് ഫോഴ്സ്, മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ ഇതില് കാൾ മാർക്സിന്റെ സെൻട്രൽ ഐഡിയാസ് വസ്തുതകളായിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ അലിയന്റേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. മറ്റേത് ഇതുപോലെ തന്നെയാണ് കേട്ടോ. എങ്ങനെയാണോ ഈ ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചിന്താഗതിയെ സ്വാധീനിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഒരാളെയും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഫോഴ്സ് ചെയ്യുന്നില്ല. ഒരാള് എങ്ങനെയൊക്കെ ഒറ്റപ്പെട്ടതായിട്ട് അയാൾ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അപമാനിക്കപ്പെട്ടതായിട്ടോ നമ്മൾ ഒന്നും അല്ലാത്തൊരു രീതിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സിറ്റുവേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ അന്യവൽക്കരിക്കപ്പെട്ട അധ്വാനം എന്ന് കാൾ മാർക്സിന്റെ കയ്യെഴുത്ത് പ്രതികളിലൊക്കെ ഈ ഒരു ഇതിൽ വർണ്ണിക്കപ്പെടുന്നത് എങ്ങനെയാ വെച്ചാൽ അധ്വാനം എന്നത് എന്താ, ഈ ഒരു അന്യവൽക്കരിക്കപ്പെട്ട അധ്വാനം എന്നത് ഒരു നിർബന്ധിതോ അല്ലെങ്കിൽ സ്വമേധയോ ഉള്ളതായിട്ടുള്ള അധ്വാനത്തെയാണ് സൂചിപ്പിക്കുന്നത് പറയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഈ രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ഇതില് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതൊന്ന് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് എക്സാമിന് വരാവുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമുക്കറിയാം ഒരു 20 മാർക്കിനാണ് എന്ത് വരിക, എക്സാമിന് വരിക. അപ്പം ഈ കാൾ മാർക്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻ, അതായത് ഈ ഒരു ബയോഗ്രഫിക്കൽ സ്കെച്ച് ഓഫ് കാൾ മാർക്സ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. അതായത് പ്രധാനമായിട്ടും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പ്രധാനമായിട്ടും 5 ഫേസസ് ഉണ്ട്. 5 ഫേസസിലൂടെയാണ് ഈ ഒരു കാൾ മാർക്സിന്റെ ബയോഗ്രഫിക്കൽ സ്കെച്ച് പോണത്. അത് ഏർലി ഇയേഴ്സിൽ പോകുന്നുണ്ട്, ഏർലി ഡേയ്സ്
അതുപോലെ തന്നെ പാരീസിലെ റെവല്യൂഷണറി മാക്സ് എക്സില് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് പോകുന്നുണ്ട്, ഈ ഒരു മാത്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ മാത്സ് ഈ 5 ഫേസസിലായിട്ട് 5 ഘട്ടങ്ങളിലൂടെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം 5 സ്റ്റേജ് അല്ലെങ്കിൽ 5 ഫേസ് ഇതിലൂടെ ആയിട്ട് കോൾമാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കോൾമാക്സ് ഇത് എഴുതുമ്പോൾ നമുക്ക് 20 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കും. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ എന്താണ് കാൾമാക്സ് എന്നതിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അപ്പൊ ഇന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയാം. ദെൻ അതിനുശേഷം കണ്ടന്റിലേക്ക് നമ്മൾ വരിക. കണ്ടന്റിൽ വരുമ്പോഴാണ് ബയോഗ്രഫിക്കൽ സ്കെച്ച് പറയുന്നത്. അതായത് ഈ ഒരു 5 ഫേസസിലൂടെ ആയിട്ടുണ്ടായ കോൺട്രിബ്യൂഷൻ ആ കാൾമാക്സ് ഏതൊക്കെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഡിവിഷൻ ഓഫ് ലേബർ, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ക്യാപിറ്റാലിസം, ഇതൊക്കെ ഈ ആശയങ്ങളൊക്കെ എങ്ങനെ സ്വാധീനിച്ചു അത് എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യുക. അല്ലെ, കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയാണ് കാൾമാക്സിൻ്റെത് എന്ന് പറയാം. ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആശയങ്ങളാണെന്ന് പറഞ്ഞിട്ടത് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ നമുക്ക് വരാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസസ് ആണ്. കാൾമാക്സിന്റെ ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഏരിയ നമുക്ക് അടുത്തതായിട്ട് വരാവുന്ന ഒരു ഏരിയ. അതായത് ജർമ്മൻ ഫിലോസഫി, ഐഡിയലിസം, മെറ്റീരിയലിസ്റ്റ് പെർസ്പെക്റ്റീവ്സ്, പൊളിറ്റിക്കൽ ഇക്കോണമിക് പെർസ്പെക്റ്റീവ്സ്, ഈ 3 കാര്യങ്ങൾ ഇതും നമുക്ക് വരാവുന്നതാണ്. അപ്പൊ ആദ്യം എന്താണ് ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസസ് എന്ന് എഴുതുക. അത് എഴുതിയതിനു ശേഷം കണ്ടന്റിലേക്ക് കടക്കുക. ഈ 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, എന്ത് ചെയ്യുക, കൺക്ലൂഡ് ചെയ്യുക. അപ്പൊ ഇത്തരത്തിലുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് എന്തിനു വരിക, എക്സാമിന് വരിക. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത യൂണിറ്റ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുക, നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.